ജൂലൈ 2, 2025 കൊണ്ടേശ്വർ ബദൽപൂർ എന്നാണ് ചെറിയ ഇൻസിഡൻറ്റ് കേട്ടത്. ചെറുതല്ല, ചെറുത് തന്നെയാണ്. പക്ഷേ ഒരുപാട് മെസ്സേജുകൾ തരും. എന്താ ചോദിച്ചാൽ നമ്മുടെ കേരളത്തിൽ ഒരുപാട് തടയണകൾ കെട്ടിയിട്ടുണ്ട്. ഈ തടയണ വെള്ളം വീണ് അവിടെ കാലപ്രയാണ് ഒരു ചെറിയൊരു ഇങ്ങനെ ഒരു കുഴിയാണ് അവിടെ. കാരണം വെള്ളം വീണ് വേണം കുഴിയാണ് അവിടെ എന്താ വെച്ചാൽ ഇങ്ങനെ തുണികൾ, അത് വാഷിംഗ് മില്ലിൽ തുണി ഇങ്ങനെ കറങ്ങില്ല, അങ്ങനെ തുണി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണവർ മനുഷ്യന്മാരും കറങ്ങും. നമ്മുടെ കേരളത്തിൽ ഒരുപാട് സ്ഥലത്തുണ്ട്. നമ്മൾ എൻ്റെ നാട്ടിൽ അങ്ങനെയല്ല, ഈ ആകാശത്തിന് പൊട്ടി വീണ വെള്ളം അവിടെ മാത്രമേ വീഴുള്ളൂ, ഇല്ല മലന്ന് പൊട്ടി വീണു അങ്ങനെയല്ല, എല്ലാ കാലത്തും ഇതേപോലെ തന്നെ വെള്ളം വീഴുള്ളൂ. വെള്ളം വീണ് കാലക്രമേണ ഒരു കുഴിയാണ് അവിടെ. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മനുഷ്യന്മാരെ നായ്ക്കളെ എല്ലാവർക്കും ജീവൻ ഒന്ന് തന്നെയാണ്. മനുഷ്യന്മാർക്ക് കുറച്ച് വിവരമുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ അവർക്ക് വിവരമില്ലെങ്കിലും, പക്ഷെ വിവരം നമ്മൾ ഒരുപാട് ചിന്തിക്കും, നമ്മൾ മനുഷ്യന്മാരല്ല, അങ്ങനെ കയറി പോകാൻ അങ്ങനെ ഒരുപാട് പേര് വിചാരിക്കും. അത് ശരിയല്ല. പക്ഷേ പരമാവധി ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇറങ്ങാതിരിക്കുക കേട്ടോ. ഇറങ്ങാതിരിക്കുക. നീന്തൽ അറിയാൻ വേണ്ടി ചാടിക്കഴിഞ്ഞാൽ നീന്തൽ അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ല, ഞാൻ ഈ ഇതിൽ പെട്ടാലും എനിക്ക് ചെയ്യാൻ പറ്റില്ല. സപ്പോസ് 100-ൽ 1-2% കയറി വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നല്ലാതെ വേറെ ഒരു വഴിയില്ല. കയറി പറഞ്ഞാൽ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ റൗണ്ട് പെട്ടെന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണല്ലോ, ആ ഒരു സ്പീഡിൽ കയറി ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. അറിയാത്തവരാണെങ്കിൽ എങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. പരമാവധി ഒരുപാട് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. കുടുംബക്കാരോ കുട്ടികളോ ആരായാലും അല്ല, ഒരു ജീവൻ നിങ്ങൾ ഷെയർ ചെയ്യാൻ ഒരു ജീവൻ രക്ഷിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. വളരെ ശ്രദ്ധിക്കുക.